ഹലോ സ്റ്റുഡൻസ്, EduPlusൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ കെമിസ്ട്രിയിലെ ചാപ്റ്റർ 24 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹൈഡ്രോ കാർബൺസ് എന്നാണ് നമ്മുടെ എൻ്റയർ ചാപ്റ്ററിൻ്റെ നെയിം വരുന്നത്. അപ്പോൾ മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഹൈഡ്രോ കാർബൺസ് എന്ന്. അതായത് ഹൈഡ്രജനെയും കാർബണിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന കോമ്പൗണ്ട്സിനെയാണല്ലേ നമ്മൾ ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ലെസണിൽ യു വിൽ സ്റ്റഡി അബൌട്ട് ദി പ്രിപ്പറേഷൻ, പിന്നെ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ഹൈഡ്രോ കാർബൺസിൽ പറയുന്നത്. അപ്പം നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഫസ്റ്റ് വരുന്നത് മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്താണ് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓപ്പൺ ചെയിൻ ഓർ ആലിഫാറ്റിക് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസിനെ കുറിച്ചിട്ട് അല്ലേ. അപ്പോൾ ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷനും അതിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ കെയറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം സാച്ചുറേറ്റഡ് ആയിട്ടുള്ളതാണ് എന്താണ് ആൽക്കെയിൻസ്. ആൽക്കെയിൻസ് ആണ് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസ്. അതായത് സിംഗിൾ ബോണ്ടാണ് അവർ മേക്ക് ചെയ്യുന്നത്. കാർബണും ഹൈഡ്രജനും ആ ഒരു കാർബൺ ബോണ്ടിങ് എന്ന് ഇരുന്ന് കഴിഞ്ഞാൽ സിംഗിൾ ബോണ്ടായിരിക്കും വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വെരി ലെസ് റിയാക്റ്റീവ് ടുവേർഡ്സ് വേരിയസ് റിയേജൻറ്റ്. ഇതുകൊണ്ട് ആ ഒരു ലെസ് റിയാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഇവയെ പാരഫിൻസ് എന്നും കൂടെ വിളിക്കുന്നുണ്ട് കേട്ടോ. അതായത് ലിറ്റിൽ അഫിനിറ്റി എന്നാണ് അതിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ആൽക്കെയിൻസിനെ എല്ലാവർക്കും അറിയാമല്ലോ, സിംഗിൾ ബോണ്ട് മേക്ക് ചെയ്യുന്ന. ഞാൻ ഒന്നും കൂടെ പറയുന്നില്ല, ജസ്റ്റ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻസ് എങ്ങനെയാണ് വരുന്നതെന്ന്. ഫസ്റ്റ് വരുന്നത് അതിനെ ഉണ്ടല്ലോ ഫ്രം ഹാലോ ആൽക്കെയിൻസ് എന്നാണ്. അതായത് ഹാലോ ആൽക്കെയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽക്കൈൽ ഹാലൈഡ്സ് ആണ് കേട്ടോ ഹാലോ ആൽക്കെയിൻസ് എന്ന് പറയുന്നത്. ഈ ഒരു മോണോ ഹാലോ ആൽക്കെയിൻസിനെ നമ്മൾ ആൽക്കെയിൻസായി മാറ്റുന്നുണ്ട്. അതിന് ഒരു സ്റ്റെപ്സ് ഉണ്ട്, അല്ലെങ്കിൽ മെത്തേഡ്സിലൂടെയാണ് ആ ഒരു ഹാലോ ആൽക്കെയിൻസിനെ ആൽക്കെയിൻസ് ആയിട്ട് മാറ്റുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് ബൈ റിഡക്ഷൻ ഓഫ് ഹാലോ ആൽക്കെയിൻസ് ആണ്. ഹാലോ ആൽക്കെയിൻസിനെ റിഡക്റ്റ് ചെയ്യുക, അതായത് ഈ ഒരു ഹാലോ ആൽക്കെയിൻസിലുള്ള ഹാലോജൻ ആറ്റത്തെ മാറ്റി അവിടെ ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്യുന്നത് ഈ ഒരു പ്രോസസ്സിനെയാണ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ബി ക്യാരിഡ് ഔട്ട് ബൈ ദി ഫോളോയിങ് റിയേജൻസ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് അതിൻ്റെ 3 മെത്തേഡായിട്ട് വരുന്നത്. ഹാലോ ആൽക്കെയിൻസ് എന്ന് നമ്മൾ അവിടെ ഹൈഡ്രജൻ ആറ്റം വെച്ച് റീപ്ലേസ് ചെയ്തിട്ട് ആൽക്കെയിൻസ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് വരുന്നത് സിങ്ക് ആൻഡ് ഡൈല്യൂട്ട് HCl വെച്ചിട്ടാണ്. ഇവിടെ എന്താണ് ഹാലോ ആൽക്കെയിൻസ് ആയിട്ടുള്ള CH3Br, അതായത് ബ്രോമോ മീതെയിൻ പ്ലസ് സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ എന്താണ് ആൽക്കെയിനായിട്ട് മാറ്റുന്നത്. ഇവിടെ വരുന്നത് മീതെയിൻ ആണ്. ഇവിടെ CH3 ആണുള്ളത്. ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡിലെ Hനെ ഇങ്ങോട്ട് കൊണ്ടുപോയി നമ്മൾ ആ ഒരു ഹാലോജനെ ഇവിടെ ഹാലോജൻ ആറ്റം ബ്രോമിൻ ആണ് ഇവിടെ വരുന്നത്, അതിനെ റീപ്ലേസ് ചെയ്തു. എന്നിട്ടാണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടിയത് CH4 കിട്ടി. പിന്നെ അതിൻ്റെ ബൈ പ്രൊഡക്ട്സ് ആയിട്ട് ZnCl2 ആൻഡ് HBr. ഓക്കെ, ഇനി രണ്ടാമത്തെ മെത്തേഡ് ഇതാണ് ഫസ്റ്റ് മെത്തേഡിൽ ആൽക്കെയിൻ വരുന്നത്. ദാറ്റ് ഈസ് മീതെയിൻ ആണ്. നമുക്ക് സിങ്കിൻ്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ കൂടെ റിയാക്ട് ചെയ്തിട്ട് ബ്രോമോ മീതെയിനിൽ വെച്ച് റിയാക്ട് ചെയ്തിട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് മീതെയിൻ. ആൻഡ് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് സിങ്ക് ക്ലോറൈഡ് ആൻഡ് ഹൈഡ്രജൻ ബ്രോമൈഡും കിട്ടുന്നുണ്ട്. ഇനി രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹൈഡ്രജൻ അയോഡൈഡിൻ്റെ പ്രസൻസിൽ നമുക്ക് ഹൈഡ്രജൻ അയോഡൈഡ് വെച്ച് റെഡ് ഫോസ്ഫറസിൻ്റെ പ്രസൻസിൽ നമുക്ക് എന്താണ് ഒരു ആൽക്കെയിനായിട്ട് കൺവേർട്ട് ചെയ്യാം. ഇവിടെ റിയാക്ട് ചെയ്തിരിക്കുന്നത് അയോഡോ ഈതെയിൻ പ്ലസ് ഹൈഡ്രജൻ അയോഡൈഡ് വെച്ചിട്ടാണ് കേട്ടോ. ഇത് 423 കെൽവിനിലും ആൻഡ് റെഡ് ഫോസ്ഫറസ് ആയിരിക്കും അതിൻ്റെ പ്രസൻസിലായിരിക്കും നമ്മൾ ഈ ഒരു റിയാക്ഷൻ കണ്ടെയ്ൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റായിട്ട് എന്ത് കിട്ടുന്നു, മീതെയിൻ കിട്ടുന്നുണ്ട്, C2H6. ഒരു ആൽക്കെയിൻ ഫാമിലി അല്ലേ, ആൽക്കെയിൻ കോമ്പൗണ്ടാണ് വരുന്നത് മീതെയിൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റലിറ്റിക് റിഡക്ഷൻ ആണ്. അപ്പം കാറ്റലിറ്റിക് റിഡക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ലോറോമീതെയിൻ CH3Cl plus H2. അപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത്, ഈ ഒരു ഹാലോജൻ ആറ്റത്തെ ഹൈഡ്രജനുമായിട്ട് എന്താണ് റിയാക്ട് ചെയ്യുമ്പം അത് ഹാലോജൻ ആറ്റത്തെ റിമൂവ് ചെയ്ത് ഹൈഡ്രജൻ ഇവിടെ വരുന്നു. അങ്ങനെയാണ് നമുക്ക് CH4 കിട്ടുന്നത് ആൻഡ് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് HCl വരുന്നത്. അപ്പോൾ ഇത്രയാണ് 3 പ്രോസസ്സിലാണ് നമ്മൾ ഹാലോ ആൽക്കെയിൻസിൽ നിന്ന് ആൽക്കെയിൻസിനെ ഉണ്ടാക്കുന്നത്.
ഇനി ഇതിൻ്റെ നെക്സ്റ്റ് പ്രിപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അൺസാച്ചുറേറ്റഡുള്ള ഹൈഡ്രോ കാർബൺസ്. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആൽക്കീൻസും ആൽക്കെയിൻസും. അപ്പോൾ ആൽക്കീൻസിനും ആൽക്കൈൻസിനും നമുക്ക് ആൽക്കെയിൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താ ഫസ്റ്റ് വരുന്നത് നിങ്ങൾ നോക്കൂ, ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ആണ് അല്ലേ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വരുന്നത് എന്താണ്? CH2 ട്രിപ്പിൾ ബോണ്ട് CH2, അതായത് ഈത്തീൻ പ്ലസ് H2 ഹൈഡ്രജനുമായിട്ട് അത് കമ്പൈൻ റിയാക്ഷൻ ചെയ്യുമ്പോൾ പ്രസൻസ് ഓഫ് നിക്കൽ ആൻഡ് പ്ലാറ്റിനം, അതിൻ്റെ പ്രസൻസ് കാറ്റലിസ്റ്റ് ആയിട്ട് വരുന്നത് നിക്കൽ ആൻഡ് പ്ലാറ്റിനം ആണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതിൻ്റെ പ്രസൻസിലാണ് നമ്മളിപ്പം ഈ ഒരു റിയാക്ഷന് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് പ്രൊഡക്റ്റായിട്ട് എന്ത് കിട്ടുന്നു? ഈത്തൈൻ കിട്ടുന്നു, CH3 ഓക്കെ. ആൻഡ് രണ്ടാമത്തെ വരുന്നത് ട്രിപ്പിൾ ബോണ്ട് വരുമ്പോൾ അതെന്താണ്? ആൽക്കൈൻസ് ആണല്ലേ. ഇവിടെ ഈത്തൈൻ ആണ് വരുന്നത്. ഈത്തൈന് നമ്മുടെ ഹൈഡ്രജൻ 2H2 ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുമ്പം നമുക്ക് എന്താണ് അതിൻ്റെ പ്രൊഡക്റ്റായിട്ട് തീർച്ചയായിട്ടും ഈത്തൈൻ തന്നെയാണ് കിട്ടുന്നത്. ദറ്റ് ഈസ് ഈത്തൈൻ. ഇവിടെ എന്താ നിങ്ങൾ നോക്കേണ്ടത്? കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിലാണ് കേട്ടോ ഈ ഒരു അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസ് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസ് ആയിട്ട് മാറുന്നത്. നിക്കലോ പ്ലാറ്റിനോ അല്ലെങ്കിൽ പലോഡിയം ഒക്കെയാണ് ഈ ഒരു എന്താണ് കാറ്റലിസ്റ്റായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ആൽക്കൈൻസിനെ പ്രിപ്പയർ ചെയ്യുന്നത് ഫ്രം ആൽക്കഹോൾസ്, ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് എന്നാണ്. ഇത് ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് വരുന്ന ROH, ഇതൊരു ആൽക്കഹോളാണ്. അത് ഹൈഡ്രജൻ അയോഡൈഡായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഇത് പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ് ആൻഡ് 423 കെൽവിനിലാണ് കേട്ടോ ഇത് എന്താ ഹീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്? ആൽക്കെയിൻ കിട്ടും. ഇവിടെ R ഡിനോട്ട് ചെയ്യുന്നത് എനിത്തിങ് കാർബൺ ഹൈഡ്രജൻ ബോണ്ട് പ്ലസ് OH ഗ്രൂപ്പ് എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് RH, ദറ്റ് ഈസ് ആ ഒരു ആൽക്കെയിൻ ആയിട്ടായിരിക്കും മാറുന്നത്. പിന്നെ അതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ട് നമ്മൾ ഇവിടെ ഹൈഡ്രജൻ അയോഡൈഡ് ആണല്ലോ, ഹെൻസ് ഇറ്റ് ഈസ് വാട്ടറും നമുക്ക് അയോഡിനും കിട്ടുന്നുണ്ട്. ആൻഡ് ആൽഡിഹൈഡ് ആണെങ്കിൽ CHO ഗ്രൂപ്പ് ആയിരിക്കും അല്ലേ വരുന്നത്. അപ്പോൾ ആൽഡിഹൈഡ് ഹൈഡ്രജൻ ബ്രോമൈഡുമായിട്ട് റെഡ് ഫോസ്ഫറസിൻ്റെ ഇതിൽ കമ്പൈൻ ചെയ്ത് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? തീർച്ചയായിട്ടും ഒരു ആൽക്കെയിൻ തന്നെയാണ് നമുക്ക് ഇവിടെ പ്രൊഡക്റ്റായിട്ട് വരുന്നത്. പിന്നെ കീറ്റോൺ വരുമ്പോൾ CO ആണ് കേട്ടോ. ദറ്റ് ഈസ് കീറ്റോൺ ഈ ഒരു ഇതുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ കീറ്റോൺ ഏത് കീറ്റോൺ ആണെങ്കിലും ആ ഒരു കോമ്പൗണ്ട് ഹൈഡ്രജൻ അയോഡൈഡായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നത് ആൽക്കെയിൻ ആയിരിക്കും. അപ്പോൾ സിംപ്ലി ഇതിങ്ങനെ നിങ്ങൾക്കൊരു ജനറൽ എന്താണ് ഇൻഫർമേഷൻ തന്നേ ഉള്ളൂ. അപ്പോൾ ആൽക്കഹോളിനും ആൽഡിഹൈഡ്സിനും കീറ്റോൺസിനും ഒക്കെ നമുക്ക് ആൽക്കെയിൻസിനെ പ്രിപ്പയർ ചെയ്തിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ് അതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആൻഡ് അതുകൂടാതെ തന്നെ അതിൻ്റെ സർഫസ് ഏരിയ, മോളിക്യൂൾസിൻ്റെ സർഫസ് ഏരിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബേസിക് ഐഡിയയിൽ തന്നെ നമുക്ക് പറയാം. അപ്പോൾ ആൽക്കീനിൻ്റെ മോളിക്കുലാർ മാസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ സർഫസ് ഏരിയയും ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നതോടുകൂടെ തന്നെ അതിൻ്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിരിക്കും? ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഓൾസോ ഇൻക്രീസസ്. ഒന്നുകൂടെ പറയുന്നതാണെങ്കിൽ ആൽക്കീൻ്റെ മോളിക്കുലാർ മാസ് ഇൻക്രീസ് ചെയ്യുന്നതാണെങ്കിൽ അതിൻ്റെ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും സർഫസ് ഏരിയയും ഓൾസോ ഇൻക്രീസ് ആയിരിക്കും.
ഇതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. പിന്നെ 1 മുതൽ 4 വരെ കാർബൺ ആറ്റംസിനെയാണ് നിങ്ങൾ കണ്ടെയ്ൻ ചെയ്യുന്നതെങ്കിൽ അത് ഗ്യാസസ് ഫോമിലായിരിക്കും കേട്ടോ ഉണ്ടാവുന്നത്, ആൽക്കീൻസ്. ആൻഡ് 5 to 17 കാർബൺ ആറ്റംസ് ആണെങ്കിൽ അത് ലിക്വിഡ്സ് ആയിരിക്കും. ആൻഡ് സ്റ്റിൽ ഹയർ വൺസ് ആണെങ്കിൽ അത് സോളിഡ്സ് ആയിരിക്കും വരുന്നത്. പിന്നെ ഇതിൻ്റെ ഡെൻസിറ്റീൻ്റെ കാര്യം പറയുന്നതാണെങ്കിൽ മോളിക്കുലർ മാസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഡെൻസിറ്റി കൂടും. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെയാണ്. നേരത്തെ മോളിക്കുലർ മാസ് ഓഫ് ആൽക്കിൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ സർഫസ് ഏരിയയും കൂടുന്നുണ്ട്, ഇൻ്റർ മോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും കൂടുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഇറ്റ് ഓൾസോ ഇൻക്രീസസ് ദി ഡെൻസിറ്റി. അതും കൂടെ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കുക. ആൻഡ് ഇതിൻ്റെ ബോയിലിംഗ് ആൻഡ് മെൽറ്റിംഗ് പോയിൻറ്റും ഇൻക്രീസ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് ആൽക്കെയിൻസിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിക്കാം. കെമിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്നത് ഫസ്റ്റ് വരുന്നത് ഹാലോജിനേഷൻ റിയാക്ഷൻ ആണ്. അപ്പോൾ ആ ഹാലോജിനേഷൻ റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ആൽക്കീനിലുള്ള ഹൈഡ്രജൻ ഉണ്ടല്ലോ, ഹാലജൻ ആറ്റം വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്ന ആ ഒരു കെമിക്കൽ റിയാക്ഷനെയാണ് ഹാലോജിനേഷൻ എന്ന് പറയുന്നത്. അതായത് ഒന്നും കൂടെ പറയാം, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്, പ്രിപ്പറേഷൻ ടൈമിലാണ് ഹാലോ ആൽക്കെയിൻസിനെ വെച്ചിട്ട് അവിടെ ഹാലജൻ ആറ്റത്തിനെ മാറ്റി ഹൈഡ്രജൻ ആറ്റം കൊണ്ടുവയ്ക്കുന്നതാണ്. പക്ഷേ ഹാലോജിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽക്കെയിനിലെ ഹൈഡ്രജനെ മാറ്റിയിട്ട് ഹാലജനെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് കേട്ടോ ഹാലോജിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്ന. കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് മീത്തേനും ക്ലോറിനും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ ഇൻ ദ പ്രസൻസ് ഓഫ് ഡിഫ്യൂസ്ഡ് സൺലൈറ്റ്, പിന്നെ അതിൻ്റെ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ പ്രസൻസും ഉണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ CH3Cl അതായത് ക്ലോറോ മീഥെയിനായിട്ട് അത് മാറുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് അത് വീണ്ടും ക്ലോറിനുമായിട്ട് ആണല്ലോ. ഇത് രണ്ടാമത്തെ പ്രോസസ്സിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റായിട്ട് കിട്ടിയിരിക്കുന്ന ക്ലോറോ മീഥേൻ്റെ കൂടെ വീണ്ടും ക്ലോറിൻ റിയാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഡൈക്ലോറോ മീഥേൻ കിട്ടും. ഇനിയിപ്പോൾ ഡൈക്ലോറോ മീഥേന് വീണ്ടും ക്ലോറിനായിട്ട് വരുന്ന ട്രൈക്ലോറോ മീഥേന്. ആൻഡ് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്ന ഇത് ടെട്രാക്ലോറോ മീഥേൻ ആവുന്നത് വരെ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ക്ലോറിനേഷൻ ഓഫ് മീഥേൻ ടേക്ക് പ്ലേസ് വിത്ത് എ ഫ്രീ റാഡിക്കൽ മെക്കാനിസം വെച്ചിട്ടാണ്. ഈ ഒരു റിയാക്ഷൻ ഉണ്ടാവുമല്ലോ, ഫസ്റ്റ് നമ്മൾ നോക്കുന്നതാണെങ്കിൽ മീഥെയിൻ്റെത് ഇത് എന്താണ്, ഇറ്റ്സ് മിക്സ്ചർ ഈസ് എക്സ്പോസ്ഡ് ടു സൺലൈറ്റ്. അപ്പം ക്ലോറിൻ മോളിക്യൂൾസ്, ഇവിടെയുള്ള ഈ ഒരു ക്ലോറിൻ മോളിക്യൂൾസ് അത് സൺലൈറ്റിലുള്ള ആ ഒരു എനർജീനെ അബ്സോർബ് ചെയ്യും. ആൻഡ് ഇത് ആ ഒരു ക്ലോറിൻ മോളിക്യൂൾ ആ ഒരു എനർജി അബ്സോർബ് ചെയ്തിട്ട് ഫ്രീ റാഡിക്കൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് ക്ലോറിൻ ആറ്റം വിത്ത് ആൻ അൺപെയർഡ് ഇലക്ട്രോൺ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ടേക്ക് പ്ലേസ് ചെയ്യുന്നതാണ്. ഇറ്റ്സ് സ്റ്റോപ്പ്ഡ് ഓൺ ദി റിയാക്റ്റൻസ്. അവസാനം നമുക്ക് ടെട്രാക്ലോറോ മീഥെയിൻ ആയിരിക്കും ഇതിൻ്റെ പ്രൊഡക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു മെക്കാനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രീ റാഡിക്കൽ മെക്കാനിസമാണ്. ഇനി ഇതിൻ്റെ ഓക്സിഡേഷൻ പറയാന്നുണ്ടെങ്കിൽ, ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ കമ്പഷൻ എന്ന് നമുക്ക് പറയാം. അതായത് എക്സസ് ആയിട്ടുള്ള ഓക്സിജന് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡിനെ വാട്ടറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലി എക്സോതെർമിക് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ CH4+ എക്സസ് ആയിട്ടുള്ള ഓക്സിജന് അല്ലേ, അത് ഈ ഒരു ആൽക്കെയിന് കമ്പസ്റ്റന് വിധേയമാകുന്നു, ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റായിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കിട്ടുന്നു. ഇത് എക്സോതെർമിക് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എൻതാൽപ്പി ഇവിടെ പോസിറ്റീവായിട്ടുള്ള 890 kg/mol (−1) എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ. അപ്പം നമ്മൾ ആൽക്കെയിൻസ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻസ്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത്
അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. അതായത് ആൽക്കീൻസും ആൽക്കെയിൻസും സെയിം തന്നെയാണ്. ആൽക്കെയിൻസിൽ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഈ ഒരു ഡബിൾ ബോണ്ടിലും ട്രിപ്പിൾ ബോണ്ട് വരുന്ന കാർബൺ ആറ്റത്തിലും പറയാനുള്ളത്. അപ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ നോക്കുന്ന ആൽക്കീൻസിനെ കുറിച്ചിട്ടാണ്. ആൽക്കീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. അറ്റ്ലീസ്റ്റ് 1 ഡബിൾ ബോണ്ട് എങ്കിലും ഈ ഒരു കാർബൺ ആ ഒരു ബോണ്ടിങ്ങിൽ ബിറ്റ്വീനായിട്ട് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇത്തരം കോമ്പൗണ്ട്സിനെയാണ് ആൽക്കീൻസ് എന്ന് പറയുന്നത്. നേരത്തെ ആൽക്കീൻസ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻസ് നമ്മൾ നോക്കാം. ഈ ഒരു വലിയ ലബോറട്ടറിയിലൊക്കെ ജനറലി ആൽക്കീൻസ് പ്രിപ്പയർ ചെയ്യുന്നത് ഹാലോ ആൽക്കീൻസ് എന്നായിരിക്കും, ഇത് അല്ലെങ്കിൽ ആൽക്കഹോൾസ് എന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇവിടെ പറയുന്നത് പ്രോസസ് ഓഫ് ആൽക്കീൻസ് കൺവേർട്ടഡ് ഫ്രം ദ ഹാലോ ആൽക്കീൻസ് ആർ കോൾഡ് ഡീഹൈഡ്രോജിനേഷൻ. അതായത് ഹാലോ ആൽക്കീൻസിന് എങ്ങനെ ആൽക്കീൻസിനെ ഉണ്ടാക്കാമെന്ന്. നേരത്തെ ഹാലോ ആൽക്കീൻ പറഞ്ഞ ആ സെയിം ഒരു വേയിൽ തന്നെയാണ് ഹാലോ ആൽക്കീൻ എന്നാണ് നമ്മളിപ്പം ആൽക്കീനെ ഉണ്ടാക്കുന്നത്. ഒരു ഡീഹൈഡ്രോജിനേഷൻ മെത്തേഡ് ഇവിടെ നമുക്ക് ക്ലോറോ ഈത്തൈന് എന്താണ്, പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ ഇതെന്താ ആൽക്കഹോളിക് സൊല്യൂഷനാണ്. അതുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് അതിൻ്റെ പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നത് നമ്മുടെ ആൽക്കീൻ, ദാറ്റ് ഈസ് ഈത്തീനാണ് നമുക്ക് കിട്ടുന്നത്. ബൈ പ്രൊഡക്റ്റായിട്ട് പൊട്ടാഷ്യം ക്ലോറൈഡ് ആൻഡ് വാട്ടറും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇത് ഹാലോ ആൽക്കീൻസ് നിന്ന് ആൽക്കീനായിട്ട് മാറ്റുന്നത് ഡീഹൈഡ്രോജിനേഷൻ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മളിത് പ്രാവർത്തികമാക്കുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ആൽക്കഹോൾസ് എങ്ങനെയാണ് ആൽക്കീനായിട്ട് മാറ്റുന്നത്. ആൽക്കീൻസ് ക്യാൻ ബി പ്രിപ്പയർഡ് ഫ്രം ആൽക്കഹോൾസ് ബൈ ഡീഹൈഡ്രേഷൻ ഇൻ ദി പ്രസൻസ് ഓഫ് സ്യൂട്ടബിൾ ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റ്. അപ്പോൾ ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റിൻ്റെ പ്രസൻസിലാണ്, ഒരു ഡീഹൈഡ്രേഷൻ വഴിയാണ് ആൽക്കീൻസ് പ്രിപ്പയർ ചെയ്യുന്നത് ഫ്രം ആൽക്കഹോൾസിന്. ഇവിടെ ഡീഹൈഡ്രേറ്റിംഗ് ഏജൻ്റായിട്ട് വരുന്നത് അലൂമിനിയം ഓക്സൈഡ് ആൻഡ് കോൺസെൻട്രേറ്റഡ് H2SO4 ഒക്കെയാണ് കേട്ടോ. ദാറ്റ് ഈസ് Al2O3 ആൻഡ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ ഫസ്റ്റ് എന്താണ്, എത്തനോൾ ആൽക്കഹോൾ ആണല്ലോ, OH ഗ്രൂപ്പ് വെച്ചിട്ടാണ് മെയിൻ ചെയ്യൽ. അപ്പോൾ ഇവിടെ 2 കാർബൺ ആറ്റം, ദാറ്റ് ഈസ് ഹിയർ ഇറ്റ് ഈസ് എത്തനോൾ എന്തിൻ്റെ ഒരു ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റ് ഉണ്ടാവും. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന Al2O3, അതൊരു 623 മുതൽ 633 കെൽവിനിലായിരിക്കും ഹീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് പ്രൊഡക്റ്റായിട്ട് എത്തീൻ കിട്ടുന്നുണ്ട്. ആൻഡ് ഓൾസോ വാട്ടറും ബൈ പ്രൊഡക്റ്റായിട്ട് വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തനോൾ തന്നെ ഇത് 2 തരത്തിൽ, ഫസ്റ്റ് അലൂമിനിയത്തിൻ്റെ കേസിലും ആൻഡ് H2SO4 2 ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റിൻ്റെ കേസിൽ നോക്കുന്നതാണ്. ഫസ്റ്റ് എത്തനോൾ എന്താണ്, H2SO4 കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള H2SO4 ആയിട്ട് അതിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ്, നേരത്തെ പറഞ്ഞ അതേ പ്രൊഡക്ട്സ് തന്നെയാണ് ഇത്തീനും ആൻഡ് വാട്ടറും ആയിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഹാലോ ആൽക്കീൻസിന് എങ്ങനെ ആൽക്കീൻസ് ഉണ്ടാവുന്നതെന്ന് പഠിച്ചു. ഇനിയിപ്പോൾ നെക്സ്റ്റ് പറഞ്ഞത് ആൽക്കഹോൾസിന് എങ്ങനെയാണ് ആൽക്കീൻസ് ഫോം ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ പറയുന്നത്. മോർ പ്രിപ്പറേഷൻസ് ഉണ്ട്, പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് അത് നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്താണ് ആൽക്കീൻസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റിൽ അൺബ്രാഞ്ചഡ് ആയിട്ടുള്ള ആൽക്കീൻസ് 4 കാർബൺ ആറ്റം വരെ തന്നെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എന്തായിരിക്കും, 4 കാർബൺ ആറ്റം ആയതുകൊണ്ട് അതിൻ്റെ ഗേഷ്യസ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുന്നത്. പിന്നെ കൂടാതെ 5 മുതൽ 16 വരെ കാർബൺ ആറ്റത്തിനാണെങ്കിൽ അത് ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും. 16 കൂടുതലാണെങ്കിൽ അതെന്തായിരിക്കും, സോളിഡ് സ്റ്റേറ്റിലായിരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു ഫിസിക്കൽ കെയർ എന്ന് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ ബോയിലിംഗ് ആൻഡ് മെൽറ്റിംഗ് പോയിൻറ്റ്സ് ആൽക്കീൻസിൻ്റെ മോളിക്കുലർ മാസ് ഇൻക്രീസ് ചെയ്യുന്നതോടുകൂടെ തന്നെ ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും. ആൽക്കെയിൻസിൻ്റെ കേസിലും സെയിം ആണ് വരുന്നത്. പിന്നെ മെൽറ്റിംഗ് പോയിൻ്റ് ഉണ്ടല്ലോ ആൽക്കീൻസിൻ്റെ, അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് ഇൻക്രീസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളിക്കുലർ മാസ് തന്നെയാണ്. പിന്നെ ഐസോമെറിക് കാൽസ്യൻസ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് സിസ് ആൻഡ് ട്രാൻസ് ഐസോമേഴ്സ്, അതിന് ഡിഫറെൻറ്റ് മെൽറ്റിംഗ് പോയിൻറ്റ്സ് ആയിരിക്കും കേട്ടോ ഷോ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടാണ്.
ഫസ്റ്റ് വരുന്നത് അഡിഷൻ ഓഫ് ഹൈഡ്രജൻ ആണ്. അഡിഷൻ ഓഫ് ഹൈഡ്രജൻ എന്ന് വരുന്നത് ദറ്റ് ഈസ് ഇവിടെ നടക്കുന്നതുണ്ടല്ലോ, ഇതൊരു അഡിഷൻ റിയാക്ഷൻ ആണ്. ഈ ഒരു കെമിക്കൽ റിയാക്ഷനിൽ മോളിക്യൂൾസ് ആഡ് ചെയ്യുന്നു വേറൊരു മോളിക്യൂൾസുമായിട്ട്. ഈ ഒരു റിയാക്ഷനാണ് അഡിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. കൂടുതലായിട്ടും ഇത് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സിലാണ് ഈ ഒരു റിയാക്ഷൻ ടേക്സ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ പറയുന്ന ഫോളോയിങ് ആർ ദ അഡിഷൻ റിയാക്ഷൻ ഓഫ് ദിസ് ആൽക്കീൻസ് പറയുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വരുന്നത് അഡിഷൻ ഓഫ് ഹൈഡ്രജൻ ആണ്. അഡിഷൻ ഓഫ് ഹൈഡ്രജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡിഷൻ ഓഫ് ഹൈഡ്രജൻ ടു അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് ടേക്സ് പ്ലേസ് ഇൻ ദി പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ് ലൈക്ക് നിക്കൽ, പ്ലാറ്റിനം ഓർ പല്ലേഡിയം. അപ്പോൾ ഈ 3 കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിലായിരിക്കും എന്താണ് ഒരു ആൽക്കീൻസിൻ്റെ അഡിഷൻ നടക്കുന്നത്. ഫസ്റ്റ് എന്താണ് ഈത്തീന്, അതായത് നമ്മുടെ ആൽക്കീന് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇൻ ദ പ്രസൻസ് ഓഫ് ദീസ് കാറ്റലിസ്റ്റ് അറ്റ് 573 കെൽവിനിൽ നമുക്ക് എന്ത് കിട്ടുന്നു? ഈത്തൈൻ ആണ് കേട്ടോ ഇതിൻ്റെ പ്രൊഡക്റ്റായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് അഡിഷൻ ഓഫ് ഹാലോജൻ ആണ്. ദറ്റ് ഈസ് ഹാലജന് ആൽക്കീൻസിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു മോളിക്യൂള് നോർമലി അഡിഷൻ ഓഫ് ഹൈഡ്രജൻ എന്നാണല്ലോ വരുന്നത്. അപ്പോൾ ഈ ഒരു ആൽക്കീനുമായിട്ട് എന്താണ് ആൽക്കീനുമായിട്ട് നമ്മളൊരു ഹൈഡ്രജനെ ആഡ് ചെയ്യുന്നു. അപ്പം നമുക്ക് അതിൻ്റെ പ്രൊഡക്റ്റ് കിട്ടുന്നു. ഇനി ഇവിടെ രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാലജൻസ് എന്താണ് ആൽക്കീൻസുമായിട്ട് ആഡ് ചെയ്യുന്നു. അപ്പം നമുക്ക് ഒരു ആൽക്കീൻ ആയിട്ടുള്ള ഹാലോ ആൽക്കീന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ഈത്തീനെ എന്താണ് നമ്മുടെ ഒരു ഹാലജൻ ആറ്റമായിട്ടുള്ള ബ്രോമിനുമായിട്ട് ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1,2-ഡൈബ്രോമോമീഥേൻ. ഇത് IUPAC നെയിം നിങ്ങൾക്ക് നെയിമിങ് ചെയ്യാൻ മുൻപത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നെയിമിംഗ് റൂൾ വെച്ചിട്ട് തന്നെയാണ് ഇവിടെ ഇങ്ങനെ വരുന്നത് കേട്ടോ. അതായത് 2 കാർബൺ ആറ്റമേ ഉള്ളൂ ആൻഡ് സിംഗിൾ ബോണ്ട് ആയിരിക്കും. പിന്നാണെങ്കിൽ 2 ബ്രോമിനും വരുന്നുണ്ടല്ലേ. ഇത് സിംഗിൾ ബോണ്ട് ആയതിനെ കൊണ്ട് ഈത്തേൻ, 2 എണ്ണം വരുന്നതിനെ കൊണ്ട് ആണ് എത്ത് വരുന്നത്. ആൻഡ് സിംഗിൾ ബോണ്ടാണ് എയിൻ എന്ന് വരുന്നത്. പിന്നെ 2 ഹാലജൻ ആറ്റംസ് ഉണ്ട്, ദറ്റ് ഈസ് ബ്രോമോ. അതിൻ്റെ പൊസിഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത് 1, 2 എന്ന്. ദറ്റ് ഈസ് അങ്ങനെയാണ് ഈ ഒരു IUPAC നെയിം വരുന്നത്. അപ്പോൾ അഡിഷൻ ഓഫ് ഹാലോജൻസ് നിന്ന് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റാണ് 1,2-ഡൈബ്രോമോ ഈഥേൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ ഫസ്റ്റ് കെമിക്കൽ പ്രോപ്പർട്ടിയാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത് അഡിഷൻ ഓഫ് ഹാലജൻ ആസിഡ്സ്. ഹാലജൻ ആസിഡ്സ് ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? വെൻ ഹാലജൻ ആസിഡ്സ് ആർ ആഡഡ് ടു ആൽക്കിൻസിൽ നമ്മൾ ഹാലജൻ ആസിഡ്സിനെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, HCl, HBr, പിന്നെ ആണെങ്കിൽ HI ഒക്കെ ഹാലജൻ ആസിഡ്സ് ആണ്. അപ്പോൾ ഇത്തരം ഹാലജൻ ആസിഡ്സ് നമ്മൾ ആൽക്കീൻസുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ എന്താണ് വരുന്നതെന്നാണ് ഹൈഡ്രജൻ ആഡ്സ് ടു 1 കാർബൺ ആറ്റം വെറസ് ഹാലജൻ ആറ്റം ആഡ്സ് ദി 2nd കാർബൺ ആറ്റം ഓഫ് ദി ഡബിൾ ബോണ്ട്. ഓക്കെ, അതിൻ്റെ ഒരു റിയാക്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദറ്റ് ഈസ് എത്തീൻ പ്ലസ് HBr. HBr എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോബ്രോമിക് ആസിഡ് ആണ് കേട്ടോ. അപ്പോൾ ഒരു ആൽക്കീന് ഹാലജൻ ആസിഡായിട്ടുള്ള ഹൈഡ്രോബ്രോമിക് ആസിഡായിട്ട് ഇത് റിയാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റാണ് ഒരു ഈത്തേനാണ്, ദറ്റ് ഈസ് ബ്രോമോ ഈത്തേനാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതാണ് വേറൊരു കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇനി നെക്സ്റ്റ് പറയുന്നത് ഇതിൻ്റെ എന്താണ് ഓക്സിഡേഷനെ കുറിച്ചിട്ടാണ്. ദ ഓക്സിഡേഷൻ ഓഫ് ആൽക്കീൻസ് ക്യാൻ ബി ഡൺ ബൈ യൂസിങ് ഡിഫറെൻറ്റ് ഓക്സിഡൈസിങ് ഏജൻറ്റ്, KMnO4 ആൻഡ് ഓക്സിഡൻ ആൻഡ് ഓസോൺസ്. ഇത് വെച്ചിട്ടായിരിക്കും ഡിഫറെൻറ്റ് ഓക്സിഡൈസിങ് ഏജൻറ്റ് വെച്ചിട്ടാണ് ഓക്സിഡേഷൻ ആൽക്കൈൻസിൽ ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. ദറ്റ് ഈസ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് വെച്ചിട്ട് എങ്ങനെയാണെന്ന് നോക്കാം ഓക്സിഡേഷന്. ആൽക്കീൻസ് ആർ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് ഹാവിങ് പൈ ബോണ്ട്സ് ബിറ്റ്വീൻ ദി കാർബൺ ആറ്റംസ്. അപ്പോൾ ഹൈഡ്രോകാർബൺസിൽ എന്തായിരിക്കും ഈ ഒരു ആൽക്കീൻസിൽ പൈ ബോണ്ട്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. ആൻഡ് സോ ദേ ആർ ഈസിലി ഓക്സിഡൈസ്ഡ് ബൈ ദ കോൾഡ് ഡൈല്യൂട്ട് ആൽക്കൈഡ് സൊല്യൂഷൻ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അപ്പം അതുകൊണ്ട് തന്നെ പൈ ബോണ്ട് തന്നെ മേക്ക് ചെയ്യുന്നതിനെ കൊണ്ട് ഇത് ഓക്സിഡൈസ് ചെയ്യാൻ വളരെ
എളുപ്പത്തിൽ നമുക്കൊരു ആൽക്കൈൻ സൊല്യൂഷൻ ആയിട്ടുള്ള പൊട്ടാഷ്യം പെർമാംഗനേറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എത്തീൻ എന്താണ്? പൊട്ടാഷ്യം പെർമാംഗനേറ്റ്. ഇതൊരു കോൾഡ് ആൽക്കലൈൻ സൊല്യൂഷനാണ്. അത് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ആസിഡ്സ് ആയിട്ട് വരുന്നുണ്ട്. ദറ്റ് ഈസ് എത്തനോതിയോൾ. ഇനി ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കെമിക്കൽ കെയർ എന്ന് പറഞ്ഞത്. അപ്പോൾ കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ എന്ത് പറഞ്ഞു? ഫസ്റ്റ് ഹൈഡ്രജൻ ആറ്റം വെച്ചിട്ട് അഡിഷൻ ചെയ്യുന്നത്, അഡിഷൻ റിയാക്ഷനാണ് ഇത് ഉൾപ്പെടുന്നത്. ആൻഡ് രണ്ടാമത്തേത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓക്സിഡേഷനാണ് പറഞ്ഞത്. അഡിഷൻ റിയാക്ഷനിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയാണ്? ഹാലജൻ ആറ്റം വെച്ചിട്ട് ആഡ് ചെയ്യുന്നത്, പിന്നെ ഹൈഡ്രജൻ വെച്ചിട്ട് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, പിന്നെ ഹാലജൻ ആസിഡ്സ് വെച്ചിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ഈ ഒരു അഡിഷൻ റിയാക്ഷനും പിന്നെ ഓക്സിഡേഷനുമാണ് മെയിൻലി ഇതിൻ്റെ കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൽ നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ആൽക്കെയിൻസിനെ കുറിച്ചിട്ടാണ്. എന്താണ് ആൽക്കെയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ അതിന് മുൻപേ ഉണ്ടല്ലോ ഈ ഒരു ആൽക്കീൻസ്, അത് കൂടുതൽ നമ്മൾ മസ്റ്റർഡ് ഗ്യാസൊക്കെ മസ്റ്റർഡ് ഗ്യാസ് ഫോം ചെയ്യാൻ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വാർഫെയർ അവിടെയൊക്കെ പോയിസണസ് ഗ്യാസായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ റൈപ്പനിങ്, ഫ്രൂട്ട്സൊക്കെ പഴുക്കാൻ വേണ്ടിയിട്ടുണ്ടാവല്ലോ, അതിന് വേണ്ടിയിട്ട് ആൽക്കീൻസ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പലതരത്തിലുള്ള ആൽക്കീൻസാണ് അതിന് യൂസ് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് ഇതിൽ നമ്മൾ പഠിക്കുന്ന ആലിഫാറ്റിക് അല്ലെങ്കിൽ ഓപ്പൺ ഷെയിൽ നമ്മൾ പഠിക്കുന്ന ആ ഒരു കോമ്പൗണ്ട്സിലുള്ള ലാസ്റ്റ് കോമ്പൗണ്ടാണ് വരുന്ന ആൽക്കെയിൻസ് എന്ന് പറയുന്നത്. ആൽക്കെയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീസ് ആർ ഓൾസോ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് വിച്ച് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് 1 ട്രിപ്പിൾ ബോണ്ട് ബിറ്റ്വീൻ 2 കാർബൺ ആറ്റംസ്. അതായത് എന്താണ്? 2 കാർബൺ ആറ്റംസിൻ്റെ ഇടയിൽ അറ്റ്ലീസ്റ്റ് ഒരു ട്രിപ്പിൾ ബോണ്ടെങ്കിലും മേക്ക് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള കോമ്പൗണ്ട്സ് ആണ് ആൽക്കെയിൻസ് എന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ IUPAC നെയിം കാണുമ്പോൾ തന്നെ അത് പഠിച്ചതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഈ ഒരു ഇവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ തന്നെ ആ ഒരു ഇതിൻ്റെ സ്ട്രക്ചർ ഫോർമുല കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. ഇവിടെ നമ്മൾ ഫസ്റ്റ് വരുന്നത് കോമ്പൗണ്ട് വരുന്നത് എത്തൈൻ ആണ്. രണ്ടാമത് 3 കാർബൺ ആറ്റം ഉണ്ട്, അത് പ്രൊപ്പൈൻ വരുന്നു. ആൻഡ് നാലാമതായിട്ട് വരുന്നത് 4 കാർബൺ ആറ്റം ഉണ്ട് അല്ലേ. അതിൽ നടുവിലാണ് സെൻട്രലായിട്ടാണ് ട്രിപ്പിൾ ബോണ്ട് മേക്ക് ചെയ്യുന്നത്. ദറ്റ് ഈസ് ബ്യൂട്ട്-2-ഐൻ. 2-ബ്യൂട്ടൈൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിനെ എഴുതാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. ഇനി ഇതിൻ്റെ പ്രിപ്പറേഷൻസ് എങ്ങനെയാണ് വരുന്നതെന്നാണ്. ദീസ് ആർ ഓൾസോ അൺസാച്ചുറേറ്റഡ്. ഓക്കെ, ഈ ഒരു പ്രിപ്പറേഷൻ എത്തൈനിൽ വരുന്നത് ഈത്തൈൻ ക്യാൻ ബി പ്രിപ്പേർഡ് ബൈ റിഫ്യൂസിങ് ജിമൈനൽ ഡൈ ഹാലോ ആൽക്കീൻസ് വെച്ചിട്ട് കേട്ടോ ഇതിനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈ ഹാലോ ആൽക്കെയിൻസ് എന്ന് ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഡൈ ഹാലോ ആൽക്കെയിൻസ് എന്ന് ഈത്തൈനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ എന്ന് വെച്ചാൽ 1,2 ഡൈ ബ്രോമോ ഈത്തൈന് എന്താണ്? പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ പ്രസൻസിൽ. ദറ്റ് ഈസ് ഇവിടെ റിഫ്യൂസിങ് ജെർമൈനൽ ഡൈ ഹാലോ ആൽക്കെയിൻസ് ആണ്. അതിൽ നിന്നാണ് ഈത്തൈനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാലജൻ ആറ്റം ഉണ്ടാവുമല്ലോ, അത് ആ ഒരു സെയിം കാർബൺ ആറ്റത്തിൽ അറ്റാച്ച്ഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹാലജൻ ആറ്റം അത് അതിൻ്റെ കാർബൺ ആറ്റത്തിൽ എന്താണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഡൈ ഹാലോ ആൽക്കീൻസിൽ. ഇവിടെ നിങ്ങൾ നോക്കൂ, ഫസ്റ്റ് വരുന്നത് 1,2 ഡൈ ബ്രോമോ ഈത്തൈന് ആൽക്കഹോളിക് സൊല്യൂഷനായിട്ട് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡിൽ റിയാക്ട് ചെയ്യുന്ന ഇൻ ദ പ്രസൻസ് ഓഫ് ഇത്ര ഹീറ്റ്, എന്നിട്ട് ഹീറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത് വിനൈൽ ബ്രോമൈഡാണ്. ആൻഡ് ഓൾസോ അത് ഇറ്റ്സ് ഹീറ്റഡ് ടുവേർഡ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് ആൽക്കഹോളിക് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്. അവസാനം നമുക്ക് എന്താണ്? ഈത്തൈനാണ് നമ്മുടെ പ്രോഡക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഡൈ ഹാലോ ആൽക്കീൻസ് നിന്ന് നമ്മൾ ഈത്തൈനെ കൺവേർട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ എക്സാമ്പിളായിട്ടാണ് 1,2 ഡൈ ബ്രോമോ ഈത്തൈൻ കൊടുത്തിരിക്കുന്നത്. ഇനി രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ ആൽക്കെയിൻസിൽ നിന്ന് നമുക്ക് ആൽക്കൈൻസിനെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും.
The higher alkenes can be prepared by the reaction of alkanides of the lower alkenes with primary alkyls. അപ്പോൾ ഹയർ ആൽക്കൈൽസിൽ നിന്ന് നമ്മൾ എന്താണ് ആൽക്കീൽസിനെ പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു ലോവർ പ്രയോറിറ്റി അതും വെച്ചിട്ടാണ് കേട്ടോ. ഇവിടെ നമ്മൾ നോക്കൂ, ആർ സിംഗിൾ ബോണ്ട് സി, ട്രിപ്പിൾ ബോണ്ട് സി എച്ച്, ഇതെന്ന് വെച്ചാൽ ഹയർ ആൽക്കെയിൻസ് ആണ് വരുന്നത്. ദറ്റ് ഈസ് കാർബൺ ആറ്റത്തിൽ വെച്ചിട്ട് എന്താണ് ഒരു ബിറ്റ്വീൻ കാർബൺ ആറ്റം ഒരു ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ ഇത് ആൽക്കെയിൻ ആണ്, ഹയർ ആൽക്കെയിൻസ് ആണ്. ഇത് സോഡിയം വെച്ചിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, ദറ്റ് ഈസ് ഇവിടെ വരുന്നത് ആൽക്കെയിൻസ് നമുക്ക് പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ആൻഡ് അതേപോലെ തന്നെയാണ് നെക്സ്റ്റ് വരുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് ആൽക്കെയിൻ എടുത്തിട്ട് നമ്മൾ CH3 അതിൻ്റെ ആ ഒരു ഇതിൽ റിയാക്ട് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് ആൽക്കെയിൻ തന്നെയാണ്. ഇതൊരു ജനറൽ ഫോർമുലയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പ്രിപ്പറേഷൻ ഓഫ് ഹയർ ആൽക്കെയിൻസിന് ആൽക്കെയിൻസ് എങ്ങനെയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസാണ് പറയുന്നത്. ഈ ഒരു ഫസ്റ്റ് 3 മെമ്പേഴ്സ് ആ ഒരു ആൽക്കെയിൻസിൽ ഫസ്റ്റ് ഇത് വരുന്നത് ഗ്യാസസ് ആയിരിക്കും. ആൻഡ് പിന്നീട് വരുന്ന 8 കാർബൺസ് 8 മെമ്പേഴ്സ് ആർ ലിക്വിഡ്സ് ആൻഡ് പിന്നെ അതിൽ കൂടുതലാണെങ്കിൽ സോളിഡ്സ് ആയിരിക്കും. നേരത്തെ ആൽക്കെയിൻ്റെ ഒക്കെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ ലോ കാർബൺസിൻ്റെ. അപ്പോൾ അത് തന്നെയാണ് ആൽക്കെയിനിലും വരുന്നത്. ഇത് കളർലെസ് ആയിരിക്കും, ഓർഡർലെസ് ആയിരിക്കും, കളറും സ്മെല്ലും ഒന്നും ഉണ്ടാകത്തില്ല എക്സെപ്റ്റ് എത്തൈൻ. ഇതിൽ എത്തൈനെ ഒഴിച്ചിട്ട് ബാക്കിയൊക്കെയാണ് കേട്ടോ കളർലെസ്സും ഓർഡർലെസ്സും. എത്തൈന് വരുമ്പോൾ അതിനൊരു നമ്മുടെ ഒരു ഗാർലിക്കിൻ്റെ സ്മെല്ലായിരിക്കും വരുന്നത്, വെളുത്തുള്ളിയുടെ ഒരു സ്മെല്ല് എത്തൈന് വരുന്നുണ്ട്. അതൊഴിച്ച് ബാക്കി എല്ലാ ആൽക്കെയിൻസും കളർലെസ്സും ഓർഡർലെസ്സും ആയിരിക്കും. ഇനി അതിൻ്റെ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്സ് പിന്നെ കൂടാതെ ഡെൻസിറ്റിയും ഇൻക്രീസിങ് വിത്ത് മോളാർ മാസ് ഓഫ് ദി മോളിക്യൂൾസ്. അപ്പം നേരത്തെ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽക്കൈൻ എടുത്താലും ആൽക്കൈൻ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്സ് എന്തായിരിക്കും, ഇൻക്രീസ് ആയിരിക്കും ആവുന്നത്. ഇനി ഇതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്താണെന്ന് നമുക്ക് നോക്കാം. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഇവിടെയുണ്ട്. അഡിഷൻ റിയാക്ഷന് ആൽക്കീനിൽ പറഞ്ഞ പോലെ തന്നെ അഡിഷൻ റിയാക്ഷൻ ആൽക്കീനിലും വരുന്നുണ്ട്. ഫസ്റ്റ് വരുന്നത് ഹൈഡ്രജൻ വെച്ചിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് ദി നിക്കൽ, പ്ലാറ്റിനം ആൻഡ് പല്ലാഡിയം. ഇവിടെ എന്താണ് നിങ്ങൾ നോക്കൂ, ഫസ്റ്റ് എടുത്തിരിക്കുന്ന എത്തൈനാണ് അല്ലേ, CH ട്രിപ്പിൾ ബോണ്ട് CH വരുന്ന എത്തൈന് ആഡ് ചെയ്യുകയാണല്ലോ ഹൈഡ്രജന്, അഡിഷൻ ഓഫ് ഹൈഡ്രജൻ ആണല്ലോ. അപ്പോൾ എത്തൈനിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്തു പ്രസൻസ് ഓഫ് ദീസ് കാറ്റലിസ്റ്റ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, CH2 ഡബിൾ ബോണ്ട് CH2 ദറ്റ് ഈസ് ഈത്തീൻ കിട്ടിയില്ലേ. ഇവിടെ ഡബിൾ ബോണ്ട് ആണല്ലോ വരുന്നത്. ആൻഡ് ഇത് H2 പിന്നെ ആഡ് ചെയ്തു. അതാണ് ഈ ഒരു പ്രോസസ്സ് വരുന്നത് ആ ഒരു കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ. എന്നിട്ട് നമുക്കിത് ഈത്തേനായിട്ട് മാറി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ടിൽ, അതായത് ആൽക്കെയിൻസിൽ ഹൈഡ്രജൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ആൽക്കീനായിട്ട് മാറും. ദെൻ പിന്നെ വീണ്ടും ഹൈഡ്രജൻ ആഡ് ചെയ്ത് വരുമ്പോൾ അത് ആൽക്കെയിനായിട്ട് ഇങ്ങനെ ഡിഡക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. എന്താ രണ്ടാമത്തേത് വെച്ച് കഴിഞ്ഞാൽ ഹാലജൻസിനെയാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് എത്തൈനിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്തൈനിൽ നമ്മൾ ഹാലോജൻ ഇവിടെ വരുന്നത് Br ബ്രോമിനാണ് വരുന്നത്. ബ്രോമിനെ ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമുക്ക് കിട്ടുന്ന 1,2-ഡൈബ്രോമോ ഈത്തൈനാണ്. വീണ്ടും നമ്മൾ ബ്രോമിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു, അതിൻ്റെ സിംഗിൾ ബോണ്ടിലാണ് 1,1,2,2 ടെട്രാ ബ്രോമോ ഈത്തൈൻ കിട്ടും. അവിടെ ഫസ്റ്റ് ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും വരുന്നത്, അതായത് ആൽക്കെയിൻ ആയിരിക്കും. വീണ്ടും വരുമ്പം ഹാലോജനെ കൊണ്ട് തന്നെ ഹാലോജനെയാണല്ലോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അത് രണ്ടാമത് വരുന്നത് ഹാലോജൻ ആറ്റം പ്ലസ് അത് ആൽക്കീനും കൂടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും വരുന്നത്. മൂന്നാമത് വരുന്നത് ഹാലോജൻ ആറ്റം പ്ലസ് ആൽക്കീൻ വെച്ചിട്ടുള്ളതാണ് ലാസ്റ്റ് വരുന്ന പ്രൊഡക്റ്റ്. അപ്പോൾ ഇതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടിയിൽ അഡീഷൻ റിയാക്ഷനിൽ 2 എണ്ണമാണ് ഇത് വരുന്നത്. ഇനി മൂന്നാമത്തെ റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഹാലജൻ ആസിഡ്സ് വെച്ചുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഈത്തീനിൽ ഹാലജൻ ആസിഡ് HBr ആണ്. ഹാലജൻ ആസിഡ്സിൻ്റെ എക്സാമ്പിൾസ് വേറെ HCl വേണം, HCl ഉണ്ട്, HI ഒക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ച് ആഡ് ചെയ്യുമ്പോൾ രണ്ടാമത് നമുക്ക് കിട്ടുന്ന ഹാലജൻ ആസിഡിൻ്റെ ആൽക്കീൻ സൊല്യൂഷൻ അതാണ് കിട്ടുന്നത്. പിന്നെ ലാസ്റ്റ് നമുക്ക് കിട്ടുന്നത് ഇവിടെ എന്താണ് 1,1-ഡൈബ്രോമോ ഈതെയിൻ, അതായത് ആൽക്കീനായിട്ടാണ് അത് പ്രൊഡക്റ്റായിട്ട് ഫോം ചെയ്യുന്നത്. ആഡ് ചെയ്യുമ്പോൾ ഹാലജൻ ആസിഡ്സിനെ ആൽക്കൈൻസിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ലാസ്റ്റ് നമുക്ക് അതിൻ്റെ ആ ഒരു ഹാലജൻ ആസിഡ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റിൽ വരുന്ന അല്ലെങ്കിൽ ആ ഒരു ഹാലജൻ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും വരുന്നത് ലാസ്റ്റ്. ഇനി ഇതിൻ്റെ രണ്ടാമത്തത് വെച്ച് ഒരു കെമിക്കൽ പ്രോപ്പർട്ടി പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓക്സിഡേഷൻ തന്നെയാണ്. ഓക്സിഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അധികമായിട്ടുള്ള ആ ഒരു ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യും ഈ ഒരു ആൽക്കെയിൻസ്. പ്രസൻസ് ഓഫ് KMnO4 ആൻഡ് ഓസോൺസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇവിടെ ഓക്സിഡേഷൻ വിത്ത് KMnO4 പൊട്ടാഷ്യം പെർമാംഗനേറ്റ് വെച്ചിട്ടാണ്. ഈതെയിൻ ഇവിടെ എന്താണ്, ഓക്സിജനുമായിട്ട് ഓക്സിഡേഷനിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് പ്രൊഡക്റ്റായിട്ട് ഇവിടെ കിട്ടുന്നത് ഈതെയിൻ ഡയോയിക് ആസിഡാണ് കേട്ടോ. ഇനി നമ്മൾ ലാസ്റ്റ് ഒരു ടേബിൾ നോക്കുകയാണ്. ഇതിൽ ഓരോന്നും ടെസ്റ്റ് ഒരു 4ഓളം ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോന്നും തിരിച്ചറിയാനുള്ള ടെസ്റ്റാണ് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാം ആൽക്കീൻസ് ആൻഡ് ആൽക്കീൻസും വെച്ചിട്ട്. ഫസ്റ്റ് വരുന്ന ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ബ്രോമിൻ ഡിസോൾവ്ഡ് ഇൻ കാർബൺ ടെട്രാക്ലോറൈഡ്. കാർബൺ ടെട്രാക്ലോറൈഡിലേക്ക് എന്താണ് ബ്രോമിന് ആഡ് ചെയ്യുമ്പം, അപ്പോൾ ആൽക്കീൻ ആണെങ്കിൽ നോ ചേഞ്ച് ഒന്നും ഉണ്ടാകത്തില്ല. ആൻഡ് ആൽക്കീൻസ് ആണെങ്കിൽ അതെന്താ റെഡിഷ് ബ്രൗൺ കളർ ഓഫ് Br2, റെഡിഷ് ബ്രൗൺ കളർ, ബ്രോമിൻ്റെ ഒരു റെഡിഷ് ബ്രൗൺ കളർ ഡിസ്ചാർജ് ചെയ്യും. ആൻഡ് ആൽക്കീൻസിലാണ് അതെങ്കിൽ എന്തായിരിക്കും അത് സെയിം ആസ് ദി ആൽക്കീൻസും ആ ഒരു റെഡിഷ് ബ്രൗൺ ആയിരിക്കും ഡെസിപ്പേറ്റ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ പ്രോസസ്സ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണെങ്കിൽ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇതിനെ ബേസ് റിയേജൻ്റ് എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ആൽക്കെയിൻസ് ആണെങ്കിൽ ഒരു ചേഞ്ചും ഉണ്ടാകത്തില്ല. അപ്പോൾ നമുക്ക് ചേഞ്ച് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ആൽക്കെയിൻസ് ആണെന്ന്. ആൻഡ് ആൽക്കീൻസ് ആണെങ്കിൽ എന്താണ് പർപ്പിൾ കളർ ഷോ ചെയ്യും. ആൻഡ് സെയിം ആസ് ദി ആൽക്കെയിൻസ്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണല്ലേ. ഇനി മൂന്നാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമോണിക്കൽ സൊല്യൂഷൻ, സിൽവർ നൈട്രേറ്റിൻ്റെ അമോണിക്കൽ സൊല്യൂഷന് ആഡ് ചെയ്യുന്നത്. സെയിം ആസ് ആൽക്കെയിൻസ് നോ ചേഞ്ച് വരുന്നുണ്ട്. ആൻഡ് ഈ ഒരു സ്റ്റെപ്പിൽ നമുക്ക് മനസ്സിലാക്കാം ആൽക്കെയിൻസിലായിരിക്കും ആ ഒരു ഇത് വെച്ചിട്ട് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് അത് ആ ഒരു സിൽവർ അസറ്റൈൽഡിൻ്റെ ഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് നാലാമത്തെ ഒരു ടെസ്റ്റ് വരുന്നത് ആഡ് അമോണിക്കൽ സൊല്യൂഷൻ ഓഫ് കുപ്രസ് ക്ലോറൈഡിനെ ആഡ് ചെയ്യും. ലാസ്റ്റ് ഇവിടെ ആൽക്കെയിൻസ് ആണ് അതിൻ്റെ ഒരു ഇത് ഷോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെഡ് പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും കേട്ടോ ആ ഒരു കുപ്രസ് അസറ്റൈലിൻ്റെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടേബിൾ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഇത്തരം ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് ആൽക്കെയിൻസ് ആണോ എന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി ലാസ്റ്റ് നമ്മൾ പറയുന്നത് ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസിനെ കുറിച്ചിട്ടാണ്. ആരോമാറ്റിക് നേരത്തെ ഇത് കുറച്ച് മുൻപേ ആൽക്കീൻസ് ആൻഡ് ആൽക്കീൻസിലും പറഞ്ഞതെന്ന് വെച്ചാൽ അതൊക്കെ ആലിഫാറ്റിക് ആണ്, ഓപ്പൺ ചെയിൻ ആണ്. ഇത് ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇത് ജസ്റ്റ് അതിൻ്റെ ഒരു ഇത് കൊടുക്കുന്നേ ഉള്ളൂ. എന്തൊക്കെയാണ് കോള് വെച്ചിട്ടായിരിക്കും വരുന്നത്. കോക്ക് സോളിഡ് റെസീച്ചിൽ പിന്നെ ഡിസ്റ്റിലേഷനിൽ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസിന് ഒരു എക്സാമ്പിളാണ് കേട്ടോ കോള് വരുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് അല്ല, ഞാൻ ജസ്റ്റ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കോമ്പൗണ്ടാണ് ബെൻസീൻ വരുന്നത്. അപ്പോൾ എന്താണ് സ്ട്രക്ചർ, ബെൻസീൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കണം നമുക്ക്. ബെൻസീൻ്റെ ആ ഒരു മോളിക്കുലാർ ഫോർമുല ഉണ്ടല്ലോ വരുന്നത്, ദറ്റ് C6H6 ആണ്. C6H6 അതായത് എങ്ങനെയായിരിക്കും, 6 എണ്ണം ഉണ്ടാവും അല്ലേ, 1 2 3 4 5 6 കാർബൺ ആറ്റം അല്ലേ. അത് എന്താണ് 6 ഹൈഡ്രജൻ ആറ്റത്തുമായിട്ട് ബോണ്ടിങ്ങിലും ചേർത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബെൻസീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ആണ് കേട്ടോ.
ആൻഡ് ദ അൺസാച്ചുറേഷൻ ഇൻ ബെൻസിൻ ക്യാൻ ബി വെരിഫൈഡ് ബൈ ദി ഫോളോയിങ് റിയാക്ഷൻ. ഈ ഒരു സാച്ചുറേഷൻ സ്റ്റേറ്റ് എങ്ങനെയാണ് വെരിഫൈ ചെയ്യുന്നതെന്നാണ് ഫോളോയിങ് റിയാക്ഷനിലൂടെ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പോകുന്നത് ആ ഒരു ബെൻസിന് ഹൈഡ്രജൻ വെച്ചിട്ടുള്ള ഒരു അഡീഷനിലാണ്, പ്രസൻസ് ഓഫ് ദി നിക്കൽ ആൻഡ് പ്ലാറ്റിനം കാറ്റലിസ്റ്റ്. അപ്പോൾ ഈ ഒരു ബെൻസീനിലേക്ക് നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്തു, അഡീഷൻ ഓഫ് ഹൈഡ്രജന്. അപ്പോൾ നമുക്ക് എന്താണ് സൈക്ലോഹെക്സൈൻ കിട്ടിയിട്ടുണ്ട്. സൈക്ലോഹെക്സൈൻ, ദിസ് ഈസ് ദി സൈക്ലോഹെക്സൈൻ. ആൻഡ് ബെൻസീൻ അണ്ടർഗോസ് ദി അഡീഷൻ ഓഫ് ക്ലോറിൻ ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. ഇനിയിപ്പം ബെൻസീന് ക്ലോറിനുമായിട്ടാണ് ആഡ് ചെയ്യുന്നതാണെങ്കിൽ പ്രസൻസ് ഓഫ് ദി സൺലൈറ്റ്, നമുക്ക് ബെൻസിൻ ഹെക്സാ ക്ലോറൈഡ് ആയിരിക്കും അതിൻ്റെ പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നത്. അതായത് ബെൻസിൻ ഡസ് നോട്ട് റെസ്പോണ്ട് ടു ദി ടെസ്റ്റ് ഓഫ് അൺസാച്ചുറേഷൻ. ഒരു അൺസാച്ചുറേഷൻ ടെസ്റ്റിനോട് ആ ഒരു ബെൻസിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല, വിച്ച് ആർ ഷോൺ ബൈ ആൽക്കീൻസ് ആൻഡ് ആൽക്കീൻസ്. അപ്പോൾ എന്താണ് ഈ ഒരു ബെൻസീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽക്കീൻസ് ആൻഡ് ആൽക്കൈൻസ് ആയിരിക്കും. ദറ്റ് ഈസ് ബോത്ത് ദ ആൽക്കീൻസ് ആൻഡ് ദി ആൽക്കൈൻസ് ഡീകളറൈസ് ബ്രോമിൻ വാട്ടർ ആൻഡ് ആൽക്കൈൻ സൊല്യൂഷൻ ഓഫ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ്. അപ്പോൾ ഈ ഒരു ഇതിനെയാണ് നമ്മൾ ബേസ് റിയേജൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നമ്മുടെ ബെൻസീൻ ഉണ്ടല്ലോ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ നമുക്ക് പറയാമെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു ബെൻസീന് ബ്രോമിനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്, ദ പ്രസൻസ് ഓഫ് FeCl3. അപ്പോൾ ബ്രോമോ ബെൻസീൻ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും ബെൻസിൻ അണ്ടർഗോ ചെയ്യുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിലേക്കാണ്. ഇനി ഈ ഒരു ബെൻസീൻ്റെ സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ദറ്റ് ഈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനെ കേക്യൂൾ സ്ട്രക്ചർ, ദറ്റ് ഈസ് ദിസ് ഈസ് കേക്യൂൾ സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. അതായത് ഒരു ഹെക്സാഗണൽ ഷേപ്പാണ് വരുന്നത് ഇതിന്. ആൻഡ് ദി ഓൾട്ടർനേറ്റിംഗ് ആയിട്ട് ഇതിന് ഡബിൾ ബോണ്ട് അതിനായിരിക്കും വരുന്നത്. ഇതാണ് ഈ ഒരു ബെൻസിൻ്റെ സ്ട്രക്ചറായിട്ട് വരുന്നത്. 3 സിംഗിൾ ബോൺസ് ഉണ്ടാവും, 3 ഡബിൾ ബോൺസ് ഉണ്ടാവും അല്ലേ. 1 2 3 ഡബിൾ ബോണ്ട് ഉണ്ട്, 1 2 3 സിംഗിൾ ബോൺസ് ഉണ്ട്. ഇതാണ് ഈ ഒരു കേക്യൂൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെ ആണെങ്കിൽ ഇതിൻ്റെ ഉണ്ടാവുമല്ലോ സ്ട്രക്ചറിൽ നമ്മളിപ്പം എന്തെങ്കിലും ആറ്റത്തിനോ ഹാലൈഡ്സിന് എന്തെങ്കിലും ചേർക്കുന്നുണ്ടെങ്കിൽ, ദറ്റ് ഈസ് ഇവിടെ ഒന്നെങ്കിൽ 2 സിംഗിൾ ബോണ്ടിൻ്റെ അടുത്തായിരിക്കും, അല്ലെങ്കിൽ ഡബിൾ ബോണ്ടിൻ്റെ അണ്ടറിലായിരിക്കും കേട്ടോ നമ്മൾ ആ ഒരു ഇതിനെ ആഡ് ചെയ്യുന്നത്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇനി ബെൻസിൻ്റെ മോളിക്കുലർ ഓർബിറ്റൽ എങ്ങനെയായിരിക്കും അതിൻ്റെ പിക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു 6 കാർബൺ ആറ്റം ആണല്ലോ വരുന്നത്. അതുകൊണ്ട് തന്നെ sp² ഹൈബ്രിഡൈസ് സ്ട്രക്ചർ ആയിരിക്കും വരുന്നത്. അപ്പോൾ 6 ആയതുകൊണ്ട് തന്നെ 360 നമുക്ക് വെച്ചിട്ട് 360/6 വിഷ് നമുക്ക് നോക്കുന്നതാണെങ്കിൽ 120 ആംഗിൾസിൽ അത് വരുന്നുണ്ട്. ആൻഡ് ദർ ഇസ് എ p ഓർബിറ്റൽ ഓൺ ഈച്ച് കാർബൺ ആറ്റം. അപ്പോൾ ഓരോ കാർബൺ ആറ്റത്തിലും ഒരു p ഓർബിറ്റൽ കാണും. ഓൾ ദ 6 p ഓർബിറ്റൽസ് ആർ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദി 6 മെമ്പർ carbon ring. The overlap of these p orbitals leads to a delocalized electron cloud above and below the place of the carbon ring. This is shown below in the picture 4 and 5. അപ്പോൾ എന്താണ്, ഓരോ കാർബണിൻ്റെ ആറ്റത്തിൻ്റെയും മുകളിലും താഴെയിലും ആയിട്ട് എന്താണ് ഒരു ഇലക്ട്രോൺ ക്ലൗഡ് തന്നെ ഫോം ചെയ്യുന്നുണ്ട്. ഫോർത്ത് പിക്ചറിൽ അതാണ് കാണിക്കുന്നത്, ഇലക്ട്രോൺ ക്ലൗഡിൻ്റെത്. ആൻഡ് ദ 5th പിക്ചർ ഓൾസോ. ഇവിടെ നമ്മളുണ്ടല്ലോ ഒരു ഹക്കിൾ റൂളിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹക്കിൾ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോമാസിറ്റി വെളിപ്പെടുത്താനുള്ളൊരു റൂളാണ്. അതായത് ബെൻസീനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഒരു ആരോമസിറ്റി ഉണ്ട് ബെൻസീൻ എന്ന് പറയണമെങ്കിൽ അതൊന്നെങ്കിൽ അൺയൂഷ്വലി സ്റ്റേബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ സൈക്ലിക് കോൺജുഗേറ്റഡ് മോളിക്യൂൾ ആയിരിക്കണം. കൂടാതെ ഇറ്റ്സ് പ്ലനാർ ഇൻ നേച്ചർ ആൻഡ് ഇറ്റ്സ് ഓൾസോ കാർബൺ സിംഗിൾ ബോണ്ട് ലെങ്ത് ആർ ഈക്വൽ. ആ ഒരു കാർബണിൻ്റെ സിംഗിൾ ബോണ്ട് ലെങ്ത് ഉണ്ടാവില്ലേ, അത് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഹക്കിൾസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സയൻറ്റിസ്റ്റ് അദ്ദേഹം ഉണ്ടാക്കിയ റൂളാണ്. ദറ്റ് ഈസ് ഈ ഒരു അറോമാറ്റിക് നേച്ചർ കാണിക്കണമെങ്കിൽ അതിനെ വി ഹാവ് ടു ചെക്ക് വെദർ ഇറ്റ് ഫോളോസ് ദി ഹക്കിൾസ് റൂൾ ഓർ നോട്ട്.
ഇപ്പോൾ ഹക്കൽസ് റൂൾ പ്രകാരം ഒരു മോളിക്യൂൾ ആരോമാറ്റിക് ആണെങ്കിൽ ഓൺലി ഇഫ് ഇറ്റ് ഹാസ് എ പ്ലാനാർ, അതെന്തായിരിക്കും, പ്ലാനാർ ആയിരിക്കണം. ആ ഒരു മോളിക്യൂൾ ആരോമാറ്റിക് ആവണമെങ്കിൽ അത് പ്ലാനാർ ആയിരിക്കണം. ആൻഡ് ദ മോണോസൈക്ലിക് സിസ്റ്റം ഓഫ് കോൺജുഗേറ്റഡ് 4n+2π ഇലക്ട്രോൺസ് ആയിരിക്കണം. ദറ്റ് ഈസ് n എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റെഫർ ചെയ്യുന്ന 1, 2, 3 ആയിരിക്കും. അപ്പോൾ ഈ ഒരു മോളിക്യൂൾസിന് എന്തായിരിക്കും അതിൻ്റെ ഇത് വരുന്ന ഇലക്ട്രോൺസ് വരുന്നത് 2, 6, 10, 4π ആ ഒരു ഇലക്ട്രോൺസ് ഇതിലായിരിക്കും വരുന്നത്. ഇതിനെയാണ് ആരോമാറ്റിക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു ഹക്കൽസ് റൂൾ പ്രകാരം. അപ്പോൾ ഹക്കൽസ് റൂൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ സ്പെസിഫൈ ചെയ്താൽ മാത്രം മതി. ഇനി നെക്സ്റ്റ് വരുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസിനെ കുറിച്ചിട്ടാണ്. എൻ്റെ ഫസ്റ്റ് വരുന്നത് ബെൻസീൻ ആൻഡ് ഇറ്റ്സ് ഹോമോലോഗസ് ആർ കളർലെസ് ലിക്വിഡ്സ് ഹാവിങ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓർഡർ. അപ്പോൾ എന്തായിരിക്കും, കളർലെസ് ആയിരിക്കും, ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ഒരു ഓർഡർ ഉണ്ടാകത്തില്ല അതിന്. ഓക്കെ, ദേ ആർ ഇമ്മിസിബിൾ ഇൻ വാട്ടർ ബട്ട് ആർ മിസിബിൾ ഇൻ ഓൾ പ്രൊപ്പോർഷൻ വിത്ത് ഓർഗാനിക് സോൾവൻസ്. വാട്ടറുമായിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല ഈ ഒരു എന്താണ് ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസിനെ. പക്ഷേ ഓർഗാനിക് സോൾവൻസ് ആയിട്ടുള്ള ആൽക്കഹോളിൽ, ഈതർ, പെട്രോളിലൊക്കെ നമുക്ക് എന്താണ് മിക്സ് ചെയ്യാം, ഒരു പ്രൊപ്പോർഷൻ വെച്ചിട്ട് അത് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും. ആൻഡ് ദേ ഡിസോൾവ് ഫാറ്റ്സ് ആൻഡ് മെനി അതർ ഓർഗാനിക് സബ്സ്റ്റൻസസ്. എന്താണ് ഈ ഒരു ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് ഫാറ്റ്സിനെയും പിന്നെ കൂടാതെ ബാക്കിയുള്ള ഓർഗാനിക് സബ്സ്റ്റൻസിനൊക്കെ ഡിസോൾവ് ചെയ്യുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ വാട്ടറിനെക്കാട്ടിലും ലൈറ്റർ ഇൻ വെയിറ്റ് ആയിരിക്കും ഈ ഒരു മോസ്റ്റ് ഓഫ് ദി ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ്സ് ഒരു ഗ്രാജുവൽ ഇൻക്രീസ്, ഒരു മോളിക്കുലർ മാസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച നേരത്തെ പറഞ്ഞ ഓപ്പൺ ചെയിൻ അല്ലെങ്കിൽ ആലിഫാറ്റിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണെങ്കിലും ഇവിടെ ഇതേ ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസിനാണെങ്കിലും എന്താണ് മോളിക്കുലർ മാസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഓൾസോ ഇൻക്രീസ് ആവുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് പിന്നെ ഇനി പറയുന്നത് അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടാണ് ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസിൻ്റെ. ഫസ്റ്റ് വരുന്നത് ഹാലോജിനേഷൻ തന്നെയാണ്. അതായത് ഒരു ബെൻസീൻ്റെ ഹൈഡ്രജൻ ആറ്റം എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു, ഒരു ഹാലജൻ ആറ്റം വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സാണ് ഹാലോജിനേഷൻ എന്ന് പറയുന്നത്, ഹാലോജിനേഷൻ ഓഫ് ബെൻസീൻ. ഇവിടെ ഹാലോജിനേഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ കണ്ടോ ഈ ഒരു ചിത്രത്തിൽ, ദാറ്റ് ഈസ് ബെൻസീൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബെൻസീൻ റിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആൻഡ് അത് എന്തായിട്ട് ആഡ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ റിയാക്ഷനിൽ ഏർപ്പെടുകയാണ് ഒരു ഹാലജൻ ആറ്റം. ഇവിടെ ഹാലജൻ ആറ്റം എന്ത് വേണമെങ്കിലും ആവും കേട്ടോ, X= ക്ലോറിനോ ബ്രോമിനോ ആവാം. ഇപ്പോൾ നമ്മൾ ആ ഒരു ബെൻസീൻ റിങ് ഇപ്പോൾ ക്ലോറിനോ ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് Fe ഓർ Fe(X3). X3 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ക്ലോറിൻ ഓർ ബ്രോമിൻ അതിലേതെങ്കിലും ഒന്ന് എടുക്കാം കേട്ടോ അതിൽ. അപ്പോൾ അതുമായിട്ട് അതിൻ്റെ പ്രസൻസിൽ ഈ ഒരു ബെൻസീൻ റിങ്ങുമായിട്ട് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഹാലജൻ ആറ്റം എന്ന് വെച്ചാൽ ക്ലോറിനാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാലോ ബെൻസിൻ. ഇവിടെ ഹാലോ മീൻസ് ചെയ്യുന്ന ഇവിടെ നമ്മളെടുത്ത ഹാലജൻ ആറ്റം എന്താണ്, ക്ലോറിനാണ്. അപ്പോൾ അതെന്തായിട്ട് മാറും, ക്ലോറോ ബെൻസീനായിട്ട് മാറും. ദാറ്റ് ഈസ് ക്ലോറോ ബെൻസീൻ. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിൽ എക്സിന് പകരം ഇവിടെ നമ്മൾ Cl ആയിരിക്കും വരുന്നത്, പ്ലസ് HX വിച്ച് ഈസ് HCl ആയിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു എക്സാമ്പിളിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ഹാലജൻ ആറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോറിൻ ആണ്. നിങ്ങൾക്ക് ഇത് അല്ലാതെ ഇവിടെ തന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു ജനറൽ ഫോർമുലയാണ് കേട്ടോ തന്നിരിക്കുന്നത്. അതാണ് X2 വെച്ചിട്ട് റിയാക്ട് ചെയ്യുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് പറഞ്ഞത് ക്ലോറിൻ വെച്ചിട്ട്. അപ്പോൾ ബെൻസീൻ റിങ് ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്ലോറോ ബെൻസീൻ ആയിരിക്കും. ഇതിങ്ങനെ ആയിരിക്കും അതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത്, ദാറ്റ് ഈസ് ക്ലോറോ ബെൻസീൻ. പിന്നെ അതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ട് നമുക്കുന്നത് HCl കൂടെ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഹാലോജിനേഷൻ റിയാക്ഷൻ വരുന്നത്. ഇനി ഇതിൻ്റെ നൈട്രേഷൻ വിഷയമാണ്. നൈട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കെമിക്കൽ റിയാക്ഷൻ ഇൻ വിച്ച് എ ഹൈഡ്രജൻ ആറ്റം ഓഫ് ബെൻസീൻ റിങ് ഈസ് റീപ്ലേസ്ഡ് ബൈ എ NO2 ഗ്രൂപ്പ്. അപ്പോൾ എന്താണ് ആ ഒരു ഹൈഡ്രജൻ ആറ്റം ബെൻസീൻ റിങ്ങിലെ ഹൈഡ്രജൻ ആറ്റം NO2 ഗ്രൂപ്പ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സാണ് നൈട്രേഷൻ എന്ന് പറയുന്നത്. ഹാലോജിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാലജൻ ആറ്റം ആണ് ഹൈഡ്രജൻ ആറ്റത്തിന് പകരം ഹാലജൻ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്യുന്നത്. ഹാലോജിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താണ് ഹൈഡ്രജനെ മാറ്റിയിട്ട് ഹാലജൻ ആറ്റത്തിനെ നമ്മൾ വെക്കുന്നതിനാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നൈട്രേഷനിൽ ഇതേപോലെ തന്നെ നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത്
ഈ ഒരു H2SO4 പ്ലസ് HNO3 വെച്ചിട്ട് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ ഒരു റിയാക്ഷനിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് 2H2SO4 പ്ലസ് NO2 പ്ലസ് H3O പ്ലസ് ആണ്. ഈ ഒരു നമുക്ക് കിട്ടിയിരിക്കുന്നുണ്ടല്ലോ, ഈ ഒരു NO2 ഗ്രൂപ്പ് വെച്ചിട്ട് ബെൻസീൻ റിങ്ങുമായിട്ട് നമ്മൾ റിയാക്ഷനിൽ കൊടുക്കുകയാണ്, ദ പ്രസൻസ് ഓഫ് ദി ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈട്രോ ബെൻസീൻ ആയിരിക്കും പ്ലസ് H2SO4 ആയിരിക്കും. ഇതാണ് നൈട്രേഷനിൽ കൂടെ നമ്മളിതിന് പറയുന്നത്, ഇതിൻ്റെ ഒരു കെമിക്കൽ പ്രോപ്പർട്ടീസ് പറയുന്ന ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസിൻ്റെ. സൾഫോണേഷനും സെയിം തന്നെയാണ്. ഇവിടെ SO3 ഗ്രൂപ്പ് വെച്ചിട്ട് ആ ഒരു ബെൻസീൻ റിങ്ങിൽ ചേഞ്ച് ചെയ്യുന്ന ഹൈഡ്രജൻ കാർബൺ ആറ്റത്തിനെ ചേഞ്ച് ചെയ്ത് ഈ ഒരു സൾഫറിൻ്റെ ഗ്രൂപ്പായിരിക്കും അവിടെ വരുന്നത്. അപ്പോൾ ബെൻസീൻ റിങ് പ്ലസ് ഫ്യൂമിങ് സൾഫ്യൂരിക് ആസിഡ് H2SO4 പ്ലസ് SO3 കൊടുക്കുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൻസിൻ സൾഫോണിക് ആസിഡ് ആയിരിക്കും കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ജസ്റ്റ് നിങ്ങളിങ്ങനെ പഠിച്ച് വെച്ചാൽ മതി. എക്സാം പോയിന്റിൽ ഇത് തന്നെ ചോദിക്കേണ്ടാവും. സൾഫോണേഷൻ്റെ കെമിക്കൽ റിയാക്ഷൻ എഴുതാൻ വേണ്ടി പറയുന്നതാണെങ്കിൽ ഇത് എഴുതിയാൽ മതി. അതേപോലെ തന്നെ നൈട്രേഷൻ ആണെങ്കിലും, പിന്നെ ഞാൻ കുറച്ച് മുൻപേ പറഞ്ഞിട്ടുണ്ട് ഹാലോജിനേഷൻ ആയാലും ഒരു എക്സാമ്പിളായിരിക്കും അവർ ചോദിക്കുന്നത്, അത് വെച്ചിട്ട് നമുക്ക് എഴുതാം. പിന്നെ നെക്സ്റ്റ് വരുന്നത് ആൽക്കൈലേഷൻ ആണ്. ആൽക്കൈലേഷൻ എന്ന് വെച്ചാൽ ആൽക്കൈൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ബെൻസീനുമായിട്ട് ഇവിടെ ക്ലോറോമീത്തൈൻ ആണ് ബെൻസീനായിട്ട് ആഡ് ചെയ്തത്. നമുക്ക് അത് ടൊളുവിനായിരിക്കും പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നത്. ആൻഡ് അസറ്റൈൽ ക്ലോറൈഡ് ആഡ് ചെയ്തപ്പം നമുക്ക് അസറ്റോഫിനോൺ ആയിരിക്കും അതിൻ്റെ പ്രൊഡക്റ്റായിട്ട് വരുന്നത് കേട്ടോ. ഇനി ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിലോ, ഇവിടെ OH ബെൻസീനുമായിട്ട് ആൽക്കഹോൾ പ്ലസ് ക്ലോറൈഡ്, അത് വെച്ച് ബെൻസീൻ ഇവിടെ വരുന്നത് ഫീനോളാണ് അല്ലേ. ബെൻസീൻ റിങ്ങിൻ്റെ കൂടെ OH ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അതിനെ ഫീനോൾ എന്നാണ് നമ്മൾ പറയുന്നത്. ദറ്റ് ഈസ് അത് ക്ലോറിനുമായിട്ട് വരുമ്പോൾ എന്താണ് പ്രൊഡക്റ്റ് വരുന്നത്? ക്ലോറോഫീനോള്, പിന്നെ ക്ലോറോഫീനോളും ആയിരിക്കും വരുന്നത്. ഇനി നൈട്രോബെൻസീൻ്റെ കേസിലാണെങ്കിൽ വി ഫൈൻഡ് ദാറ്റ് NO2 ഗ്രൂപ്പ് ഈസ് എ മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ആൻഡ് ഹെൻസ് ദ പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻഡ് ഓൺ ക്ലോറിനേഷൻ ഈസ് മെറ്റാ ക്ലോറോ നൈട്രോബെൻസീൻ. അപ്പോൾ മെറ്റാ ക്ലോറോ നൈട്രോബെൻസീൻ ആയിരിക്കും എന്താണ് നൈട്രജൻ ഗ്രൂപ്പിൻ്റെ കേസിൽ വരുന്നത്. ദറ്റ് ഈസ് നൈട്രോബെൻസീന് ക്ലോറിനായിട്ട് റിയാക്ട് ചെയ്യുന്ന നമുക്ക് കിട്ടുന്നത് മെറ്റാ ക്ലോറോ ബെൻസീൻ ആയിരിക്കും കേട്ടോ. ഇതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്സിൽ വരുന്ന അതിൻ്റെ മെയിനായിട്ടുള്ള കെമിക്കൽ കെയർ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയിൻ ആയിട്ടുള്ള ഹൈഡ്രോകാർബൺസിനെ കുറിച്ച് പറഞ്ഞു, ആൽക്കെയിൻസ്, ആൽക്കീന്, ആൽക്കെയിൻസ്. പിന്നെ ലാസ്റ്റ് വരുന്നത് ആരോമാറ്റിക് ഹൈഡ്രോകാർബൺ ആണ്. അതിൽ മെയിനായിട്ട് ബെൻസീനെ കുറിച്ച്, ബെൻസീൻ റിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ കെയർ കണ്ടു. അപ്പോൾ മെയിനായിട്ട് ഇന്നത്തെ ഈ ഒരു ചാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ഈ ഒരു ആലിഫാറ്റിക് ആൻഡ് ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസിൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനും ഫിസിക്കൽ ആൻഡ് കെമിക്കൽ കെയർ മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിയാക്ഷനൊക്കെ നിങ്ങൾ എഴുതി പഠിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിൽ ചോദിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.